ഹർദീപ് സിംഗ് നിജ്ജാർ വധത്തിനു പിന്നിൽ തങ്ങളാണ് എന്ന് ഗോൾഡി ബാർ പുറത്തുവന്ന ശബ്ദരേഖയിൽ ഗുരുതര അവകാശവാദം. ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജ്ജാർ അവിടെ കാനഡയിൽ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് പുതിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. നിജ്ജാർ വധത്തിന് പിന്നിൽ തങ്ങളാണ് എന്ന് അവകാശപ്പെടുന്നുവെന്ന് പറയപ്പെടുന്ന ഗോൾഡി ബാറിന്റെ ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഖലിസ്ഥാൻ അനുകൂലിയായ ഈ ഒരു വ്യക്തിയാകട്ടെ അവിടെ നടത്തിയ ഇയാളാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് സംശയിക്കുന്ന സംഭാഷണത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട നിർണായക അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. കാനഡയിൽ ഖലിസ്ഥാൻ അനുകൂല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദത്തിലായിരുന്ന നിജ്ജാറിന്റെ വധമാകട്ടെ ഇന്ത്യ കാനഡ ബന്ധത്തിൽ പോലും വലിയ നയതന്ത്ര പ്രതിസന്ധിക്ക് കാരണമായിരുന്നു. കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യക്ക് പങ്കുണ്ടായിരുന്നു എന്നും കാനഡ നേരത്തെ തന്നെ ഉന്നയിച്ച പ്രധാന ആരോപണമാണ്. ഇന്ത്യ ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയും തെളിവുകൾ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അത്തരം ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പുറത്തു വന്നതായി തന്നെ പറയുന്ന ഈ ഓഡിയോ പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്നത്. കാനഡയിൽ കൗമാരക്കാരനായ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ലഹരി മരുന്ന് കച്ചവടം നടത്തുകയും തുടർന്ന് ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് തന്നെ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത സംഘങ്ങൾക്ക് നിജ്ജാർ സംരക്ഷണം നൽകിയിരുന്നതായി ചോർന്ന ശബ്ദരേഖയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. 16ഉം 17ഉം വയസ്സുള്ള കൗമാരക്കാരുടെ ഭാവി തകർക്കുന്ന ഇത്തരം മാഫിയകളെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി തന്നെ സഹായിച്ചതാണ് നിജ്ജാറിനെ ലക്ഷ്യമിടാൻ കാരണം എന്നതാണ് ഇപ്പോൾ ഇയാൾ അവകാശപ്പെട്ടിരിക്കുന്നത്. അതേസമയം സാമൂഹിക മാധ്യമങ്ങളിൽ വൻതോതിൽ തന്നെ പ്രചരിക്കുന്ന ഈ ശബ്ദരേഖയുടെ സത്യാവസ്ഥ അത് സംബന്ധിച്ചുകൊണ്ട് വിദേശ അന്വേഷണ ഏജൻസികളോ പോലീസോ ഇതുവരെയും ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല. 2023 ജൂണിൽ കാനഡയിലെ സൂറയിൽ വെച്ചുകൊണ്ടാണ് ഹർദീപ് സിംഗ് നിജ്ജാർ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. വധത്തിന് പിന്നിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ഏജന്റുമാരാണ് എന്ന് അന്നത്തെ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആകട്ടെ ആരോപിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന് വൻ വിള്ളൽ വീഴ്ത്താൻ ഇടയായിട്ടുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങൾ ഇന്ത്യ ശക്തമായി തന്നെ തള്ളിക്കളയുകയും കേസിൽ അവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സംഘങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്ക് പങ്കുണ്ട് എന്ന ആരോപണം പോലും ഉന്നയിച്ചിരുന്നു. അതിനിടെ തന്നെ നിജ്ജാർ വധക്കേസിൽ ലരേഡ് ബിഷ്ണോയ്ക്കും അതുപോലെ തന്നെ മറ്റ് 2 പേർക്കുമെതിരെ US നീതിന്യായ വകുപ്പ് കുറ്റപത്രം ചുമത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് പുതിയ ശബ്ദരേഖ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഹർദീപ് സിംഗ് നിജ്ജാറിനെ കൊലപ്പെടുത്തിയത് ഇയാളാണ് എന്ന തരത്തിലാണ് ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഈ പുറത്തു വന്ന സന്ദേശത്തിലൂടെ തന്നെ ഇയാൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.